സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് കക്കാടിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വൽ ഫായിസീന ബിറിദുല്ലാഹ് അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും സുന്നി യുവജന സംഘം, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ, സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ തുടങ്ങി പ്രസ്ഥാന കുടുംബത്തിലെ സാരഥികളും പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇവിടെ പ്രധാനമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് ഒരു നോട്ടീസ് വിതരണം നടക്കുന്നതായി അറിയുന്നുണ്ട്. ഈ നോട്ടീസുമായി ഈ പരിപാടി സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനത്തിന്, സുന്നി യുവജന സംഘത്തിനോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കോ അതിൻ്റെ സഹോദര സംഘടനകൾക്കൊന്നും ഈ ഒരു നോട്ടീസുമായി യാതൊരു ബന്ധമില്ലെന്നും ഞങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് അതിവിടെ വിതരണം ചെയ്യുന്നത് എന്നും എല്ലാവരെയും അറിയിക്കുന്നു. ഈ സദസ്സിൽ ഇത്തരം നോട്ടീസുകൾ വിതരണം ചെയ്യരുത് എന്നും, അങ്ങനെ വിതരണം ചെയ്യുന്നത് കണ്ടാൽ വളണ്ടിയർമാർ അത് ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പായി നിങ്ങളെ അറിയിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഏക സിവിൽ കോഡ്, ബഹുഭാര്യത്വം, മുത്തലാഖ് തുടങ്ങി ഇന്ത്യയിലെ ജനങ്ങളുടെ, ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പും പിമ്പും അനുഭവിച്ചു വന്ന അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ ചില നിഗൂഢമായ നീക്കങ്ങളാണ് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. നോട്ടുകൾ പിൻവലിച്ച സാഹചര്യം, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തവും ദുരിതവുമൊക്കെ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കാലമത്രയും വ്യത്യസ്തമായ സമൂഹങ്ങൾ, മതവിഭാഗങ്ങൾ, സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാരതത്തിലെ ജനത അവർ അനുഭവിച്ചു വന്ന ഇന്ത്യ രാജ്യത്തിലെ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ജീവിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന്മേലാണ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് നിഗൂഢമായി കൈവച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ശരീഅത്ത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നു എന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല. വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ അവരുടെ ആരാധനാലയങ്ങൾ, ആരാധനാമുറകൾ, അവരുടെ സംസ്കാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് ബഹുസ്വരമായ ഒരു സമൂഹം വ്യത്യസ്തമായ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ, അധികാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ഇത്രയും കാലം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് പോന്ന ചരിത്രമാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത്. ഒരു മതവിഭാഗങ്ങളുടെ സംസ്കാരമോ ഒരു മതവിഭാഗങ്ങളുടെ ചിന്താധാരയോ
ഒരു മതവിഭാഗത്തിലും വിശ്വസിക്കാത്ത ചിന്താഗതിയോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അന്യമല്ല, അത് നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയുടെ മൗലികമായ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഏക സിവിൽ കോഡ് എന്ന ഒന്നിനെക്കുറിച്ച് കേവല നിർദ്ദേശം എന്നതിലപ്പുറം മറ്റൊന്നും ഇന്ത്യയിലെ ഭരണഘടന അതിനെക്കുറിച്ച് പറയുന്നില്ല. ബഹുസ്വരമായ വ്യത്യസ്ത മത ജാതി വിഭാഗങ്ങളും വർഗങ്ങളുമുള്ള വ്യത്യസ്ത നിറങ്ങളും സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഒരു ജനത സഹവർത്തിത്തോടുകൂടി ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഇന്ത്യ രാജ്യം സ്വതന്ത്രമായ 47-ന് ശേഷം ഇതുവരെ ഈ വ്യത്യസ്തത, ബഹുസ്വരത യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, യാതൊരു വിഷമവുമില്ലാതെ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാവുകയും ജനത ജീവിച്ചു വരികയും വന്ന സാഹചര്യം ഇന്ന് എന്തുകൊണ്ടാണ് പുതിയ സാഹചര്യത്തിൽ ഇല്ലാതാകുന്നു എന്ന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന് തോന്നിയത് എന്ന് ജനങ്ങളുടെ മുമ്പിൽ വിവരിച്ചിട്ടില്ല. ഏക സിവിൽ കോഡ് വരാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരു പീനൽ കോഡ് എന്നുള്ള രീതിയിൽ, ഒരു നിയമവ്യവസ്ഥ എന്നുള്ള നിലയിൽ, ഒരു വ്യക്തി നിയമം എന്നുള്ള നിലയിൽ അങ്ങനെ ഒന്ന് വരാത്തതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടന്നതായി ആർക്കും അറിയില്ല. ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഒരേ ഒരു വ്യക്തി നിയമം വന്നില്ല എന്നതിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്തെ സമാധാനം തകർന്നതായിട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും ഒന്നിച്ച് ഞങ്ങളൊരൊറ്റ ഇന്ത്യക്കാർ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അതവരുടെ ഊണിലും ഉറക്കിലും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ഭാരതത്തിന് വേണ്ടി, ഒരു ഇന്ത്യക്ക് വേണ്ടി ഒരേ മനസ്സോടുകൂടി കഴിഞ്ഞുകൂടുന്നതിനിടയിൽ ആരുടെ വ്യക്തി സ്വാതന്ത്ര്യം പരിഗണിക്കാനാണ്, ഏതൊരു മതവിഭാഗത്തിന്റെ കോഡ് ഇവിടെ സംവിധാനിക്കാനാണ് ഈ ഏക സിവിൽ കോഡ് എന്ന ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന് ഇപ്പോഴും നിഗൂഢമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒന്നടക്കം ഏക സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കാൻ പാടില്ല എന്നും അത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായ തത്വത്തിന് വിരുദ്ധമാണ് എന്നും ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഏക സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കുക വഴിയുണ്ടാകുന്ന മഹാദുരന്തത്തെക്കുറിച്ചറിയുന്ന കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ മുഴുവൻ അത് പറയുന്നുണ്ട്. അത് ഇന്ത്യ രാജ്യത്തിന് അപകടകരമാണ് എന്ന്. ഏതെങ്കിലും ഒരു ബഹുഭാര്യത്വത്തിന്റെ പേരിലോ മുത്തലാഖിന്റെ പേരിലോ ഇസ്ലാമിക വ്യവസ്ഥയെ മനസ്സിലാകാത്ത ആളുകൾ വിളിച്ചു കൂവുന്നതിനനുസരിച്ച് ഇസ്ലാമിക ശരീഅത്തിനെ മാറ്റം വരുത്തണമെന്ന് വിളിച്ചു പറയുന്ന ആളുകൾ ഇസ്ലാമിനെ കുരുടന്മാർ കണ്ട ആനയെപ്പോലെയാണ് ഇസ്ലാമിക ശരീഅത്തിനെ വിലയിരുത്തിയിട്ടുള്ളത് എന്ന് ഉറക്കെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ബഹുസ്വരമായ ഒരു ഇന്ത്യ രാജ്യത്ത് ഇത് ജനങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും? ഏതു മതവിഭാഗത്തിന്റെ വ്യക്തി നിയമമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് എല്ലാ മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കാകരമായി നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരള സ്റ്റേറ്റിൽ മുഴുവനും ഇസ്ലാമികമായ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ സംഭാവന നിർവഹിച്ച, ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പണ്ഡിതന്മാരൊന്നിച്ച് കേരള മുസ്ലിം ജമാഅത്തിന്റെ ബാനറിൽ ശരീഅത്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടി രംഗത്തിറങ്ങേണ്ടത് ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം എറണാകുളത്ത് പണ്ഡിതന്മാർ സമ്മേളനം നടത്തിയത്. ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് ഒന്നിച്ച് ചിന്തിക്കുന്ന, ഒരേ മനസ്സോടെ കാണുന്ന, ഇസ്ലാമിക ശരീഅത്ത് ദൈവികമാണ്, അത് അള്ളാഹുവിൻ്റെതാണ്, അത് സൃഷ്ടികൾക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല
എന്ന് ചിന്തിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളും പണ്ഡിതന്മാരും ആലിമീങ്ങളും ഒന്നിച്ചു ചേർന്ന് എറണാകുളത്ത് സമ്മേളനം നടത്തിയിട്ട് ഏക സിവിൽ കോഡിനെതിരെ ഉറക്കെ പ്രസ്താവന നടത്തുകയുണ്ടായി. തുടർന്നുള്ള സാഹചര്യം വിലയിരുത്തിയിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശവും മാനിച്ചുകൊണ്ടാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം ഈ കോഴിക്കോട് കടപ്പുറത്ത് ഈ അറബിക്കടലിന്റെ തീരത്ത് ഏക സിവിൽ കോഡിനെ സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യവുമായി, ഏക സിവിൽ കോഡ് ബഹുസ്വരതയെ തകർക്കരുത് എന്ന പ്രമേയവുമായി അവകാശ സംരക്ഷണ സമ്മേളനം നടത്തുന്നത്. ഈ അവകാശം നിലനിർത്തുന്നതിനു വേണ്ടി, അവകാശങ്ങളെ ചോദിച്ചു വാങ്ങുന്നതിനു വേണ്ടി നിഗൂഢതകൾ നീക്കി ഗവൺമെന്റിന്റെ പക്ഷമെന്താണെന്ന് വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് വഴി ഇന്ത്യൻ ജനതയ്ക്കുണ്ടാകുന്ന മഹാദുരന്തത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാര്, ആലിമീങ്ങൾ രംഗത്തിറങ്ങിയപ്പോ ചില ആളുകൾക്ക് ആലിമീങ്ങൾ രംഗത്തിറങ്ങുന്നതിൽ വിഷമമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആലിമീങ്ങൾ ശരീഅത്ത് സംരക്ഷിക്കാൻ, ഏക സിവിൽ കോഡ് വരാതിരിക്കാൻ ജനങ്ങളെ ഉത്ബുദ്ധരാക്കി ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ ആലിമീങ്ങൾ അതിന് മുൻകൈയെടുത്തുകൊണ്ട് അതിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ചിലർക്ക് തലവേദനയുണ്ടാകുന്നു എങ്കിൽ ആ തലവേദന മാറ്റാൻ തൽക്കാലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നേ മറുപടി പറയുന്നുള്ളൂ. ഞങ്ങൾ പറയുന്നത്, SYSന് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പറയാനുള്ളത്, ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശം അത് ആലിമീങ്ങൾക്കാണ്. ആലിമീങ്ങൾ അവരുടെ ദൗത്യം നിറവേറ്റിയ ചരിത്രമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ വിഘ്നം വരുത്തുന്നത് ആരായാലും ശരി, അവരെ തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയ ചരിത്രമുള്ള പണ്ഡിത സഭയ്ക്ക് പണ്ഡിതന്മാർ ഇതുമായി രംഗത്തിറങ്ങുമ്പോൾ ചിലർക്കുണ്ടാകുന്ന തലവേദനയൊന്നും നോക്കാൻ സമയമില്ല. ഏക സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് പോകുമ്പോൾ ചില ആളുകൾക്ക് കേരളക്കരയിലെ ജനങ്ങൾക്ക് വേണ്ട നിയമനിർമ്മാണ സഭയിൽ, നിയമം നിർമ്മിക്കേണ്ട സഭയിൽ പോലും ഗോഡ് ഫാദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും തിരയാനുള്ള ചില വെമ്പലുകൾ കാണുമ്പോൾ അത് തലവേദനയുടെ വേറെ ചില പത്രങ്ങളാണ് എന്ന് പറയേണ്ടി വരും. ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല. ഉറക്കെ ഞങ്ങൾ ഒറ്റ സ്വരത്തിൽ ഞങ്ങൾ പറയുന്നു, ഇന്ത്യ രാജ്യത്തെ ഏക സിവിൽ കോഡ് ആവശ്യമില്ല. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇവിടെ അനുഭവിച്ചു വരുന്ന ശരീഅത്ത് നിയമങ്ങളെ മാറ്റിമറിക്കാൻ അനുവദിക്കില്ല എന്ന് പറയാനുള്ള അവകാശം ഇവിടുത്തെ പണ്ഡിതന്മാർക്കുണ്ട്. ആ പണ്ഡിതന്മാർ മുന്നോട്ട് വരുമ്പോൾ അതിനാവശ്യമായ പിന്തുണ നൽകിയിട്ട് ഇന്ത്യ രാജ്യത്തെ ഇന്ന് നമ്മൾ ആശങ്കയോടുകൂടി വീക്ഷിക്കുന്ന ഈ സംഭവവികാസങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഈ കാര്യം അടിവരയിട്ടുകൊണ്ട് ഞങ്ങളിവിടെ ഉച്ചൈസ്വരം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുന്നി യുവജന സംഘം അതിന്റെ പ്രക്ഷോഭ പരിപാടികളിൽ ഏറ്റവും മഹത്തായ ഒരു ജൈത്രയാത്രയാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായി ഏക സിവിൽ കോഡിനു വേണ്ടിയുള്ള പോരാട്ട ഭൂമികയിൽ സുന്നി യുവജന സംഘം എന്നും മുന്നിലുണ്ടാകുമെന്ന് മാത്രം തൽക്കാലം ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ അതുപോലെ അനുഭവിക്കുന്ന വലിയൊരു വിഷയമാണ് 500ന്റെയും 1000ന്റെയും നോട്ടുകൾ പിൻവലിച്ചപ്പോഴുള്ള സാഹചര്യം. ഏതൊരു സാഹചര്യത്തിലാണ് അത് പിൻവലിക്കേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് തർക്കിക്കുന്നില്ല. അതിന്റെ അനിവാര്യതയെക്കുറിച്ചോ ആവശ്യകതയെക്കുറിച്ചോ വിവാദത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇന്ത്യ രാജ്യത്ത് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ നോട്ടുകളിൽ, കറൻസികളിലെ 80% വരുന്ന നോട്ടുകൾ പിൻവലിക്കുമ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ ബാങ്കിലടച്ച പണം പിൻവലിക്കാൻ കഴിയാത്ത ഒരു ജനതയുടെ, ഒരു കർഷകന്റെ, ഒരു നിത്യകൂലി തൊഴിലാളിയുടെ, ഒരു ശമ്പളക്കാരന്റെ വേദന മനസ്സിലാക്കാൻ രാജ്യം ഭരിക്കുന്നവർക്ക് കഴിയണമെന്ന് മാത്രമാണ് സുന്നി യുവജന സംഘത്തിന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, യാതൊരു മുന്നൊരുക്കവുമില്ലാതെ
ഈ നോട്ട് പിൻവലിച്ച നടപടികളെ അനിവാര്യമായ രീതിയിൽ പുനഃപരിശോധിക്കണമെന്ന് സുന്നി യുവജന സംഘം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. അതിന്റെ സമരഭൂമികയിൽ അടുത്ത 3-ാം തീയതി ശനിയാഴ്ച എല്ലാ ജില്ലയിലെയും ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് SYSന്റെ പ്രവർത്തകന്മാർ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തവും ബുദ്ധിമുട്ടുകളും കണ്ടറിയാൻ ഭരിക്കുന്ന ഭരണകൂടത്തിന് സാധിക്കണം എന്ന് മാത്രമേ തദ്വിഷയമായി ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സമസ്ത കേരള സുന്നി യുവജന സംഘം ഏറ്റെടുത്ത ഈ പ്രക്ഷോഭ പരിപാടി വമ്പിച്ച വിജയമാക്കുന്നതിനു വേണ്ടി വന്നുചേർന്ന മുഴുവൻ ആളുകളെയും പ്രസ്ഥാനത്തിനു വേണ്ടി ഞാൻ പ്രത്യേകിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ നമ്മളുടെ ഈ സമ്മേളനം തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തുകയും പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി ബൈലത്തൂർ തങ്ങൾ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പോരാട്ട ഭൂമികയിൽ എന്നും മുൻപന്തിയിൽ നമുക്ക് ഉപദേശങ്ങൾ തന്നുകൊണ്ടുണ്ടാകുന്ന ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ധീരനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് നമ്മുടെ വേദിയിൽ ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി സുലൈമാൻ ഉസ്താദ് സാന്നിധ്യം ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഈ വളരെ ശാരീരികമായ പ്രയാസം അനുഭവിക്കുമ്പോഴും ഏക സിവിൽ കോഡിനെതിരെയുള്ള ഈ പോരാട്ടത്തിന്റെ മുന്നിൽ ഞാനുണ്ടെന്ന് ഉച്ചസ്ഥരം പറഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് വന്നുചേർന്ന ബഹുമാന്യനായ സുലൈമാൻ ഉസ്താദിനെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സമ്മേളനം, സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ സുൽത്താനുൽ ഉലമ AP ഉസ്താദാണ്. ഉസ്താദ് ഉടനെ വേദിയിലേക്ക് വന്നുചേരും. ഉസ്താദിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ ആളുകൾ ഈ വേദിയിൽ അവരുടെ ആശങ്കകളും അവരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ നമ്മുടെ വേദിയിലുണ്ട്. തങ്ങൾ അവർക്ക് നമ്മളോട് സംസാരിക്കും. നമ്മുടെ സെൻട്രൽ ബോർഡ് CB കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട C മുഹമ്മദ് ഫൈസി വേദിയിലുണ്ട്. തദ്വിഷയമായി ഉസ്താദ് നമ്മളോട് സംസാരിക്കും. SYSന്റെ സംസ്ഥാന പ്രസിഡന്റ് പേരോട് ഉസ്താദ് വേദിയിലുണ്ട്. പേരോട് ഉസ്താദിന്റെ വിപുലമായ വിശദമായ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള സംഘടനയുടെ സമീപകാല നയസമീപനങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രഭാഷണമുണ്ടാകും. പേരോട് ഉസ്താദ് വേദിയിലുണ്ട്. ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോട് രൂപതയിലെ വികാരി ജനറൽ റവറന്റ് ഡോക്ടർ തോമസ് പനക്കൽ അല്പസമയത്തിനകം നമ്മുടെ വേദിയിലേക്ക് ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരും. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് KN ഖാദർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, CPMനെ പ്രതിനിധീകരിച്ചുകൊണ്ട് KT കുഞ്ഞിക്കണ്ണൻ, CPIയുടെ പ്രതിനിധിയായി ബിനോയ് വിശ്വം തുടങ്ങിയ ആളുകൾ നമ്മുടെ സ്റ്റേജിലേക്ക് ഉടനെ വന്നുചേരും. അവരെ മുഴുവൻ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വീക്ഷിക്കുന്നതിനും ഈ പരിപാടിയിൽ അനുഗ്രഹിക്കുന്നതിനും ഈ സമര പോരാട്ട ഭൂമികയിൽ മുന്നിൽ ഞങ്ങളുണ്ടെന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാനും എത്തിച്ചേർന്ന ഒരുപാട് നേതാക്കൾ ഈ വേദിയിലുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ മുഷാവറ മെമ്പർമാർ, അതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സാരഥികൾ, സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ഭാരവാഹികൾ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന ഭാരവാഹികൾ, സുന്നി ജമിയത്തുൽ മുഅല്ലിമീന്റെയും സുന്നി മാനേജ്മെന്റ് അസോസിയേഷന്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ തുടങ്ങി ആലിമീങ്ങളും ഒറാക്കളും അടക്കമുള്ള ആളുകൾ ഈ മഹത്തായ സമ്മേളനത്തിൽ സാക്ഷ്യം വഹിക്കുന്നതിനും ഈ സമര പോരാട്ടത്തിന് മുൻകിലുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ ആരുടെയും പേരുകൾ എടുത്തു പറയുന്നില്ല. എല്ലാവരെയും
സുന്നി യുവജന സംഘത്തിന് വേണ്ടി പ്രത്യേകിച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ ഉദ്യമം അവൻ സ്വീകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.